apartment, boom. Boom. No have house. We are living now in container. Huh? Oh, dum. Do. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പൊളിഞ്ഞു വീണു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കിച്ചണാണ് ഈ കാണുന്നത്. ഭൂകമ്പം നടന്ന സമയത്ത് ഖത്തറിന് കണ്ടെയ്നർ കൊടുത്തയച്ചത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പപ്പടം പോലെ പൊടിഞ്ഞ് മോൾക്ക് വീണാണ്. Your name? You're welcome. My name is Ali Kurt. Ali Kurt. Ali Kurt. I'm owner of these shops. Oh, nice. Back shop. We can check. We can see. Yeah. Are you alone with bicyclette? I'm doing alone. Very nice. I came here with my friends. He is also with bicyclette? No, my bicycle there in Istanbul. I came to see the earthquake place. Very nice. With bus we came? No, by car. By car. Yeah. These are a big earthquake. Yeah. Big. So sad. Big. Where's your house? My house, 5 apartment. Boom. No have house. Oh, sad. We are living now in container. Container. Container we are living. No house. Oh, so sad. Everything will be okay. Inshallah, but not now. Maybe. Now you are fine, right? I am fine. Yeah. My cousin, one cousin is dead. Oh, so. We are 10 hours inside down. My brothers 20 hours down after we take them. My God. Alhamdulillah. What are you think? God give to us one more chance to live. Yeah. Can you drink something, cup of tea? No, just now I had lunch and I had that soda and ayran and full stomach full. Thank you so much. Thank you, sir. Okay, nice to meet you. Nice to meet you too. You're welcome, sir. Okay. A quick no came here, but that side. That's area very bad. Okay then, gulagale. You're welcome. Okay, bye. ഞാൻ മുടി വെട്ടണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഈ ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. ഹായ്. വെൽക്കം. താങ്ക് യു. Hello. ഹിന്ദുസ്ഥാൻ. Oh, nice to meet you. Nice to meet you too. What's your name? Ali. Ali. Yeah. My name is Usman. Usman. Gulagale. Bye. Bye. Goodbye. Bye. Hello. സ്ക്രൂ ഡ്രൈവർ കൊണ്ടാ നടക്കുന്ന ചെക്കൻ. Emisi, what's your name? Omar. Umam. You know English? Yeah, good. What happened to your teeth? Teeth, what happened? Huh? Oh, dum. Do. And the chocolate in the window. English. What happened to your hair? What is this? Huh? What is this? Henna. Ah, nice. Yes. What happened to your teeth? Sweet? Chocolate? Don't eat chocolate. Okay. Okay, bye. Gulagale. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തുർക്കിയിലെ ഭൂകമ്പം നടന്ന സ്ഥലത്താണ്. വളരെ സങ്കടകരമായ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എന്താ സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇസ്താംബൂളിൽ നിന്ന് 1000-1100 കിലോമീറ്റർ ദൂരമുള്ള ഇസ്കന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത്. ഇവിടെ
നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വീടൊക്കെ നഷ്ടപ്പെട്ട് ടെൻറ്റുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു സങ്കടത്തിൽ അവരുടെ കൂടെ പങ്കുചേരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കുറേ ആളുകളായിട്ട് സംസാരിച്ചു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങളുടെ അടുത്തേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഒരുപാട് ബിൽഡിങ് ക്രാക്ക് വീണിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ. കുറേ സ്ഥലത്ത് ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ പൊളിച്ച് മാറ്റി പുതിയത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെ ഭൂകമ്പത്തിൽ പൊളിഞ്ഞു പോയ ക്രാക്കൊക്കെ വീണ ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. ഭയങ്കര സങ്കടം. കാരണം എല്ലാം ഉള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ലാതെ ഒരുപാട് ആളുകൾ മരണപ്പെടാത്ത ആളുകളുടെ കുടുംബവും അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഇതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഈ കാഴ്ചകൾ നിങ്ങളോട് പറയും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഇത് കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എനിക്ക് പേടിയാവുന്നുണ്ട്. ഏത് സമയവും നിലംപൊത്തുന്ന രീതിയിലാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത്. ഇത് പൊളിക്കാനുള്ള ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ ബാക്കി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമടിച്ചിട്ട് അധികം പൊടി പാറാത്ത രീതിയിൽ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഇതേപോലെ മൊത്തം പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ബിൽഡിങ്ങുകൾ ഗവൺമെൻറ് കെട്ടിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു പുതിയ ബിൽഡിങ്ങുകൾ ഗവൺമെൻറ് കെട്ടിക്കൊടുത്തത്. ഈ ബിൽഡിങ്ങിനൊരു ചെരിവ് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹൈറ്റ് ഉണ്ട്, ആ ഭാഗം കുറച്ചും കൂടി താഴ്ന്നിട്ടാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പൊളിഞ്ഞ് വീണു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കിച്ചണാണ് ഈ കാണുന്നത്. പുലർച്ചെ 4:15 ഭൂകമ്പം സംഭവിച്ചത്. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ എല്ലാവരും ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ പുലർച്ചെ ആകുമ്പോൾ. ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഭയങ്കര സങ്കടം തോന്നുന്ന കാഴ്ചകളാണ് കേട്ടോ. സങ്കടം തരുന്ന കാഴ്ചകളാണ്. ഈ വ്ളോഗ് ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റില്ല. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം തരില്ല. ബിൽഡിങ്ങിനൊക്കെ ക്രാക്ക് വന്നതുണ്ടോ? നല്ല അടിപൊളി ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ എന്ത് ബിൽഡിങ്, മൊത്തം ക്രാക്ക് വന്നിട്ട് (2023) ഫെബ്രുവരി 6 ഈ ഒരു ഭൂകമ്പം നടന്നത്. പുലർച്ചെ 4:15. റിക്ടർ സ്കെയിലിൽ 7.8 മാഗ്നിറ്റ്യൂഡ് കാണിച്ച ഭൂകമ്പമാണ് നടന്നത്. 80 സെക്കൻഡോളം ഈ ഭൂകമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1939 ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം തുർക്കി കണ്ട ഏറ്റവും വലിയൊരു ഭൂകമ്പമാണ് ഈ വർഷം 2023 നടന്നത്. ഈ ഭൂകമ്പത്തിൽ 59,000-ലധികം ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1,20,000-ലധികം ആളുകൾ ഇഞ്ചേർഡായി. തുർക്കിയിൽ മാത്രമല്ല, തുർക്കിയിലും സിറിയയിലും നടന്നിട്ടുണ്ട്. തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 7.8 മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന 570ഓളം
ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഭൂചലനത്തിന് ശേഷം 3 ആഴ്ചക്കുള്ളിൽ ഏകദേശം 10,000 തവണ ഭൂചലനം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 11ഓളം പ്രൊവിൻസ് മീൻസ് നമ്മുടെ ഇന്ത്യയിൽ പറയുമ്പോൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോലെ 11ഓളം പ്രൊവിൻസാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പം നാശനഷ്ടം വിതച്ച സ്ഥലങ്ങൾ. അതിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതുപോലുള്ള ഒരുപാട് ഏകദേശം 14 മില്യൺ ആളുകൾ ഈ ഒരു ഭൂകമ്പം കാരണം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ $120 ബില്യൺ നാശനഷ്ടം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതൊരു ക്യാമ്പാണ്. ഭൂകമ്പം നടന്ന സമയത്ത് ഖത്തറിന് കണ്ടെയ്നർ കൊടുത്തയച്ചത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടെയ്നറുകളാണ് ഈ കാണുന്നത്. ഖത്തർ എയ്ഡ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഖത്തറിന് കാണാൻ പറ്റും. ഖത്തറിന് കൊടുത്തയച്ച കണ്ടെയ്നറുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാടുണ്ട്. ഇത് നമ്പർ 8, നമ്പർ 7, ഒരു 1,500 കണ്ടെയ്നറുകൾ ഇവിടെ കാണുന്നുണ്ട്. ഒക്കെ ഖത്തറിന് കൊടുത്തയച്ചാണ്. ഹായ്, ഹലോ, ഹായ്. ഇത് ഖത്തർ തുർക്കിയെ നമ്മുടെ തുർക്കി വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഉപയോഗിച്ച കണ്ടെയ്നറുകൾ ഭൂകമ്പം നടന്ന സമയത്ത് ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുള്ള ക്യാമ്പാണ്. പക്ഷേ ഇവിടെ പെർമിഷൻ ഇല്ല. നമുക്കിവിടെ ഉള്ളിൽ കയറി വിശദമായിട്ടൊരു വീഡിയോ എടുക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇവർ മാക്സിമം സംസാരിച്ചു തുർക്കി ഭാഷയിൽ, പക്ഷേ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. ഒരുപാടുണ്ട്, പക്ഷേ അവർ പെർമിഷൻ തന്നില്ല. ഖത്തറിൻ്റെ ഫ്ലാഗ് ഒക്കെ തന്നെ. نور نور اسماعيل انا اديك الكيك هنا عربي تركي عربي عارف عربي ايوه شوي أنا يجي من هند كرلة. أنا أروح لندن بايسكل جاري إيش كلام بايسكلت كم كونتينر موجود كم واحد كثيرة أنت هنا ولا؟ أنا هذا بير، هذا واحد. هذا اثنين. أوه اثنين. أوه قدام شيء قدام. Gule bye bye tata. Okay bye gule salam. നമുക്ക് ഇവിടെ കയറി കാണാനുള്ള ഓപ്ഷൻ ഇല്ല. വേറെയും ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒന്ന് പെർമിഷൻ ചോദിച്ചു നോക്കാം കിട്ടുമെന്നുള്ളത്. ക്യാമ്പിലേക്കുള്ള ഷോപ്പാണ്. ഇവിടെ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുള്ള ഷോപ്പാണ്.
ഓ, ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ടോ? എന്താ അവസ്ഥ! പപ്പടം പോലെ പൊടിഞ്ഞ് മോൾക്ക് വീണാണ്. ഇത് എനിക്ക് തോന്നുന്നത് 1, 2, 3, 4, 5 നില ബിൽഡിംഗ് ആണ്. പക്ഷെ പപ്പടം പോലെ പൊളിഞ്ഞ് വീണെടുക്കുക. എന്താ കഥ? ഭൂകമ്പം നടന്ന് വിത്തിൻ 12 hours 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ്റെ റെസ്ക്യൂ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ആളുകൾ ബുദ്ധിമുട്ടുന്നതെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ നിന്ന് റെസ്ക്യൂ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം കപ്പലിലും പല ഇതിലായിട്ട് ഒരുപാട് സഹായങ്ങൾ ഇന്ത്യൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളാണ് ഇന്ത്യക്കാരാണ്. ഇന്ത്യ എന്നാണ് ആദ്യത്തെ റെസ്ക്യൂ ടീം ഇവിടെ വരുന്നത്. തുർക്കിയിൽ ഭൂകമ്പം നടന്നത്. അതിനുശേഷമാണ് മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ അവിടുന്ന് അവരുടെ റെസ്ക്യൂ ടീമും പിന്നെ അവരുടെ സഹായങ്ങളൊക്കെ എത്തുന്നത്. നമ്മൾ ഇന്ത്യക്കാരാണ് ആദ്യം ഇതിൽ ഇടപെട്ടത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്.